ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആതിര. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് നമ്മൾ വിനിപെഗ് ഫെസ്റ്റ് കാണാൻ പോവാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാ സമ്മറിലും എല്ലാ സിറ്റീസിലും ഒരുമാതിരിപ്പെട്ട എല്ലാ സിറ്റീസിലും നമുക്ക് ഓരോ ഫെസ്റ്റുകൾ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വിനിപെഗ് ഫെസ്റ്റ് കാണാൻ പോവാന്നുള്ളതാണ്. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് റീച്ചായി. ഇതാണ് റെഡ് റിവർ എക്സിബിഷൻ പാർക്ക്. നമ്മുടെ നാട്ടിലെ വണ്ടർല പോയ പോലെ ഇരിക്കും. കുറേ റൈഡ്സും ഷോപ്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിവിടെ ഹെലികോപ്റ്റർ റൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് $50 ഒരാൾക്ക് പെർ പേഴ്സൺ $50. അപ്പോൾ 10 മിനിറ്റ്സ് നമുക്ക് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വരാം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കയറാൻ, പക്ഷേ ശരത്തേൻ്റെ ഹൈറ്റ് ഫിയർ കാരണം എനിക്ക് 2 ദിവസം ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ മതിയേയില്ലേ ഫ്ലൈറ്റ് കയറിയിട്ട് എന്നൊക്കെയാണ് ചേട്ടൻ ചോദിച്ചത്. അപ്പം പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങനെ മടക്കി വെച്ചു. എനിക്ക് തന്നെ കയറാനായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്ത് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഇതിന് അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഓരോരോ ഷോപ്പിൽ ഷോപ്പല്ല ഇത്, ഓരോരോ ഗെയിം പോയിൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഗെയിം കളിച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കിടക്കുന്ന ടെഡി ബിയേഴ്സ് അവിടെ കിടക്കുന്നതിൽ ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് അവരെ നമുക്ക് തരും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ ഓരോ ഗെയിം കളിക്കുന്നതിനും നമ്മൾ പേ ചെയ്യണം കേട്ടോ. ഗെയിം വിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കൊടുത്ത പൈസ അതാവുക. നമ്മുടെ നാട്ടിൽ വണ്ടർലയിൽ പോകുമ്പോൾ ഉള്ള റൈഡുകളാണ് മിക്കവാറും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പലതവണ വണ്ടർലയിൽ പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഇതൊന്നും തോന്നത്തില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ ശിവരാത്രി, മണപ്പുറത്തും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയേക്കണാണല്ലോ. ഇതേപോലത്തെ ഫെസ്റ്റിവലൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് അല്ലേ? അതിൻ്റെ ഒരു വേറൊരു രൂപം ഇവിടെ എല്ലാവരുടെയും കാരിക്കേച്ചറൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഫോട്ടോസായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്, കാരിക്കേച്ചറായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്നു. ഇതുണ്ടോ, നല്ല ഹൈറ്റിൽ നിന്ന് ഒരു പടക്കേന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നൊരു റൈഡാണത്. അത് കുറച്ച് സ്കേറിയാണ്, പക്ഷേ എനിക്ക് ഓക്കെയാണ്. ഞാൻ വണ്ടർലയിലൊക്കെ പോയിട്ട് കയറിയിട്ടുണ്ട്. ശരത്തേൻ അത് കണ്ടിട്ട് തന്നെ ശ്വാസം മുട്ടലും തലകറക്കമൊക്കെ പോലെ തോന്നുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറിയില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ട് അതിനിടയ്ക്ക് ശരത്തേൻ്റെ ഫുഡ് വാങ്ങാനും പോപ്കോൺ വാങ്ങാനൊക്കെ ആയിട്ട് ക്യൂ നിൽക്കണതാണ്. എല്ലാ റൈഡിലും ക്യൂ ഉണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ. എല്ലാ റൈഡിലും കയറാനായിട്ട് ഒരു ഇന്ന ക്യൂ ഉണ്ട്. എന്തായാലും ക്യൂ നിന്ന് കയറാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരുമാതിരിപ്പെട്ട റൈഡിലൊക്കെ നമ്മൾ കയറിയതാണ്. പിന്നെ ഇത് ആ എക്സിബിഷനോട് അനുബന്ധിച്ച് ഒരു മാർക്കറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരാണ് മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓരോരോ ഷോപ്പുകൾ. അതിൻ്റെ ഇടയ്ക്ക് ശരത്തേട്ടൻ പോയി കണ്ടുപിടിച്ചതാണ് ഹീറ്റ് പാഡിൻ്റെ ഒരു സെറ്റപ്പ്. അത് ആ പെണ്ണ് അവിടെ കൊണ്ടുവന്നിട്ട് ഒക്കെ കൊടുക്കുക ശരത്തേനെ പാട്ടിലാക്കാനായിട്ട്. ശരത്തേനാണ് ഈ കഴുത്ത് വേദന, കൈ വേദന, ഇല്ലാത്ത വേദനകളൊന്നുമില്ല. അപ്പോൾ അത് കാരണം ശരത്തേട്ടൻ വിചാരിച്ചു ഒരു ഹീറ്റ് പാഡ് ചെറുത് വാങ്ങാമെന്ന് വിചാരിച്ചു. ശരത്തേന് ടെന്നീസ് എൽബോൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഒരു ഡാർക്കായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അതിന് ഒരു ഹീറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ രീതിയിൽ ഇരിക്കുന്ന ഒരു ജെൽ ഫോമാറ്റിലാണ്. അത് ഹീറ്റഡ് ആകുമ്പോഴേക്കും അത് ആ ഒരു കട്ടി പോലെ ആകും. അത് നമുക്ക് ഒരു 15 to 20 മിനിറ്റ്സ് അത് ഹീറ്റ് അതിലുണ്ടാകുമെന്ന്. പിന്നെ കുറേ അനിമൽസ് ഉണ്ടായിരുന്നു അവിടെ. ഇവരൊക്കെ ചാമ്പ്യന്മാരായിട്ടുള്ള ഡോഗ്സാണ് കേട്ടോ. അപ്പോൾ അവരെ മറ്റുള്ളവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിട്ട് തന്നെയാണ് ഇവരിവിടെ അതിനെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയി പെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കാണുന്നത് ഫസ്റ്റ് നേഷൻ ആൾക്കാരുടെ, ഇവിടുത്തെ കാനഡയിലെ ഫസ്റ്റ് നേഷൻ അബോർജിനൽസ്, ഇൻഡിജിനസ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ടൈപ്പ് ഡാൻസാണ്, ട്രഡീഷണൽ ഡാൻസ്. അത് പൗ പൗന്നോ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ആ ഡാൻസിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ പ്രൊണൗൺസ് ചെയ്തേക്കുന്നത് കറക്റ്റാണോ എന്ന്. പൗ പൗ എന്നങ്ങോട്ടാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നൃത്ത രൂപങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഫ്രണ്ട്സായിട്ട് പോയതാണ് കേട്ടോ. ജെയ്സൺ, ഗൗരിയുടെ ഹസ്ബൻഡ് ജോബി, 3 പേരും കൂടി ടച്ചിലിരുന്ന് കളിച്ച് വിൻ ചെയ്തത് ജെയ്സൺ. അവന് കിട്ടിയ ടെഡി ബെയർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇനി നമ്മൾ അടുത്തത് സ്കൈ വീലിൽ കയറാൻ പോവുകയാണ്. ഇനിയാണ് രസം. ഇപ്പോൾ സ്കൈ വീലിൽ കയറുമ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പ്രഷനും ശരത്തേൻ്റെ എക്സ്പ്രഷനും കാണാം. അതായത് ശരത്തേൻ്റെ ഹൈറ്റ് ഫിയറിൻ്റെ എക്സ്ട്രീമാണ്. ശരത്തേൻ്റെ രോദനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. 5 പേർക്ക് ഇറങ്ങാണ്ട് വണ്ടി പോലെ ആള് കയറാണ്ട് സൈഡ് സീറ്റ് ആണോ കിട്ടിയത്? ചെരിവുണ്ട് കേട്ടോ. അയ്യോ ശർക്കരന്റെ പേടി ഭയങ്കരമാണ്. വീഡിയോ ഒക്കെ എങ്ങനെ പോസ്റ്റ് പോസ്റ്റ് നടത്താ പോസ് ചെയ്തോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു.